എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് ആൻഡ് മിസലേനിയസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1995 നിലവിൽ വന്ന എംപ്ലോയീസ് പെൻഷൻ സ്കീം, നമ്മൾ PF പെൻഷൻ സ്കീം എന്ന് വിശേഷിപ്പിക്കുന്ന എംപ്ലോയീസ് പെൻഷൻ സ്കീം 1995, ആ പെൻഷൻ സ്കീം പുതുക്കിയ രൂപത്തിൽ എംപ്ലോയീസ് പെൻഷൻ സ്കീം 2026 എന്ന നിലയിൽ ഭേദഗതി ചെയ്തുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ലേബർ കോഡിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി കോഡിൻ്റെ ഭാഗമായി പുതിയ സ്കീം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 29/6/2026 എംപ്ലോയീസ് പെൻഷൻ സ്കീം 2026 നിലവിൽ വന്നിട്ടുള്ളത്. 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീം ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടാണ് സെക്യൂരിറ്റി കോഡിൽ ലേബർ സോഷ്യൽ സെക്യൂരിറ്റി കോഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എംപ്ലോയീസ് പെൻഷൻ സ്കീം 2026 നിലവിൽ വന്നിട്ടുള്ളത്. ആ 2026 പുതിയ സ്കീം അനുസരിച്ചാണെങ്കിൽ റിട്ടയർ ചെയ്യുന്ന എംപ്ലോയീസിന്, തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഗണ്യമായി കുത്തനെ കുറയുന്ന പുതിയ സ്കീമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ സ്കീം 2026. ഇന്ന് ഈ വിഷയം ബഹുമാനപ്പെട്ട കേന്ദ്ര തൊഴിൽ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ലേബർ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നു. കഴിഞ്ഞ ലേബർ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ഞാൻ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയം അജണ്ടയായി ഇന്ന് ചർച്ചയ്ക്ക് വന്നത്. PF പെൻഷനെ സംബന്ധിച്ച്, എംപ്ലോയീസ് പെൻഷൻ സ്കീമിനെ സംബന്ധിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള കൂടിയാലോചന സമിതി ലേബർ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിയതമായ അജണ്ട വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഗൗരവതരമായി തന്നെ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് ഘടനാപരമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ സ്കീം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ സ്കീം ഭേദഗതി കൊണ്ടുവന്നു. ആ സ്കീം ഭേദഗതി എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ 2026 സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ആ സ്കീമിൽ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നേരത്തെ 2014 ഉണ്ടാക്കിയ ഭേദഗതി കൂടി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടാണ് 2026 ഈ സ്കീം നിലവിൽ വന്നിട്ടുള്ളത്. 2014 സ്കീം അനുസരിച്ച് ഒരു തൊഴിലാളിക്ക്, ഒരു ജീവനക്കാരൻ ഏതാണ്ട് 40% റിട്ടയർ ചെയ്യുമ്പോഴുള്ള ശമ്പളത്തിൻ്റെ 40% പെൻഷൻ ലഭിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് 10% താഴെ മാത്രം പെൻഷൻ ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ മിനിമം പെൻഷൻ്റെ കാര്യത്തിൽ 30 വർഷം 35 വർഷക്കാലം സർവീസിലിരുന്നതിന് ശേഷം പിരിയുന്ന ഒരു ജീവനക്കാരൻ, ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന അടിസ്ഥാന പെൻഷൻ ഈ നാമമാത്രമായിട്ടുള്ള 1000 രൂപയാണ്. 2016-17 കാലയളവിൽ പാർലമെൻറ്റിൽ ഞാൻ അവതരിപ്പിച്ച ഒരു സ്വകാര്യ പ്രമേയത്തിൻ്റെ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അന്നത്തെ കേന്ദ്ര തൊഴിൽ മന്ത്രി ബത്താരു ദത്താരേയു എന്ന മന്ത്രി അത് പരിശോധിക്കാനും ശുപാർശ സമർപ്പിക്കാനും വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. എൻ്റെ കൂടി കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ആ കമ്മിറ്റി റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യാവൂ എന്ന് ഉത്തരവിറക്കി. ആ കമ്മിറ്റി ബേസിക് മിനിമം പെൻഷൻ 1000 രൂപയിൽ നിന്ന് 2016-17 3000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ള ശുപാർശ കൊടുത്തിട്ട് 10 വർഷമാകാൻ പോകുന്നു. ഇതേവരെ ഒരു നടപടിയും മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 1000 രൂപയാണ് പ്രതിമാസ പെൻഷൻ. 30 വർഷക്കാലത്ത് സർവീസ് കഴിഞ്ഞ് പിരിയുന്ന ഒരു കശുവണ്ടി തൊഴിലാളിക്ക്, ഒരു കയർ തൊഴിലാളിക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ ജീവനക്കാരന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമമാത്രമായ ജീവിത ചെലവുകൾ വഹിക്കാൻ പോലും കഴിയാത്ത അടൽ പെൻഷന് പോലും ഏറ്റവും കുറഞ്ഞ പെൻഷൻ 3000 രൂപയാണ്.